മെജുഗോർജെ മരിയൻ ഭക്തികേന്ദ്രത്തിന് പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരം. മെജുഗോർജയിലെ പരിശുദ്ധ അമ്മയോടുള്ള പൊതുവണക്കം അനുവദിച്ച പരിശുദ്ധ സിംഹാസനം മെജുഗോർജയിൽ അമാനുഷികമായ എന്തെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നില്ല. സുദീർഘമായ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം ഫ്രാൻസിസ് പാപ്പായുടെ അംഗീകാരപ്രകാരം വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയാണ് മെജുഗോർജെ മരിയൻ ഭക്തികേന്ദ്രത്തിലെ ആത്മീയ നന്മകൾ സംബന്ധിച്ച സുപ്രധാന രേഖ പുറത്തിറക്കിയത്. വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച നുള്ള ഓസ്ത എന്ന രേഖ പരിശുദ്ധ അമ്മ പലവുരു പ്രത്യക്ഷപ്പെട്ടുവെന്ന് കരുതുന്ന സ്ഥലത്തെ ആത്മീയ ഫലങ്ങളിലെ നന്മകൾ ഏറ്റുപറയുന്നതാണ്. ഇന്ന് പ്രസിദ്ധീകരിച്ച രേഖ മെജുഗോർജയിൽ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട പൊതുവായ വണക്കം അംഗീകരിക്കുന്നു. ലോകം മുഴുവനിൽ നിന്നുള്ള തീർത്ഥാടകർ മെജുഗോറിയയിലേക്ക് എത്തുന്നത് എടുത്തു പറയുന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ രേഖ ആരോഗ്യകരമായ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് മെജുഗോർജെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അനുസ്മരിക്കുന്നു. ബോസ്നിയ ഹെർസെഗോവിനയിലെ ഹെർസഗോവിന പ്രദേശത്ത് മോസ്റ്ററിൽ നിന്ന് 25 കിലോമീറ്റർ തെക്കുപടിഞ്ഞാറ് ക്രൊയേഷ്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള പട്ടണമാണ് മെജുഗോർജെ. സിറ്റ്ലൂക്കിന്റെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് നഗരം. 1981 മുതൽ ഔർ ലേഡി ഓഫ് മെജുഗോർജയുടെ പേരിൽ പട്ടണം കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ പ്രദേശത്തെ 6 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയിരുന്നു. നിരവധി ആളുകളാണ് ഈ ഭക്തി കേന്ദ്രത്തിലെത്തി വിശ്വാസം കണ്ടെത്തി പരിവർത്തനത്തിലേക്ക് മടങ്ങുന്നതെന്ന് പരിശുദ്ധ സിംഹാസനം വിലയിരുത്തുന്നു. നിരവധി രോഗശാന്തികളും കുടുംബ അനുരഞ്ജനങ്ങളും കേന്ദ്രവുമായി ബന്ധപ്പെട്ടുണ്ട്. മെജുഗോർജെ പള്ളി ആരാധനയുടെയും പ്രാർത്ഥനയുടെയും യുവജന സംഗമങ്ങളുടെയും ഇടമായി മാറിയിട്ടുണ്ട്. ഇസ്ലാം മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആധ്യാത്മിക, സാമൂഹ്യ, കുടുംബപരമായ അർത്ഥങ്ങളിൽ സമാധാനം എന്ന ആശയം മെജുഗോറിയയിലെ സന്ദേശങ്ങളിൽ കാണാനാകും. സമാധാനത്തിന്റെ രാജ്ഞി എന്നാണ് ഇവിടെ പരിശുദ്ധ അമ്മ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്. കാരുണ്യം, ജീവിക്കുന്നതും കത്തോലിക്കരിലേക്ക് മാത്രം ഒതുങ്ങാത്ത സ്നേഹവും സമാധാനമെന്ന ഫലമാണ് ലോകത്ത് ഉളവാക്കുന്നത്. ബോസ്നിയയുടെ എക്യുമെനിക്കൽ മതാന്തര സാഹചര്യങ്ങളിൽ മെജുഗോർജെ കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. സ്നേഹമായ ദൈവത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാനുള്ള ക്ഷണമാണ് ഇവിടെ നിന്നുയരുന്നത്. പരിശുദ്ധ അമ്മ തന്നിലേക്കല്ല, മറിച്ച് ദൈവവുമായുള്ള സംഗമത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. കൃപയുടെയും ഏവരുടെയും രക്ഷയുടെയും അധികാരിയായ ക്രിസ്തുവിന് അടിമപ്പെട്ടുള്ള മധ്യസ്ഥ്യമാണ് പരിശുദ്ധ അമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. ലൗകികമായ ജീവിതശൈലിയും ഭൗമിക സമ്പത്തിനോടുള്ള അമിത അഭിലാഷവും വെടിഞ്ഞ് പരിവർത്തനത്തിനുള്ള ക്ഷണമാണ് മെജുഗോർജയിലെ സന്ദേശങ്ങളിൽ കാണാനാകുന്നത്. പാപത്തിന്റെയും തിന്മയുടെയും ഫലങ്ങളെ കുറച്ചു കാണരുതെന്ന സന്ദേശവും ഇവിടെയുണ്ട്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പ്രാധാന്യവും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതവും മെജുഗോർജെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. പരിശുദ്ധ സിംഹാസനം പുറത്തുവിട്ട രേഖയുടെ 2ാം ഭാഗത്ത് മെജുഗോർജയിലെ സന്ദേശങ്ങളിൽ ചിലവ മാനുഷികമായ സന്ദേഹങ്ങളുമായി ബന്ധപ്പെട്ടവയാണെന്ന ചിന്തയുളവാക്കുന്നവയാണെന്ന് സൂചിപ്പിക്കുന്നു. ഇവ ദുരുദ്ദേശപരമല്ലെന്നും മറിച്ച് വ്യക്തിപരമായ ബോധ്യങ്ങളുടെ പ്രത്യേകതകളാണെന്നും രേഖ വ്യക്തമാക്കുന്നു. ചിലയിടങ്ങളിലെങ്കിലും തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തതിൽ പരിശുദ്ധ അമ്മ ദേഷ്യപ്പെടുന്നതായും ഇനിയും പ്രത്യക്ഷപ്പെടില്ലെന്ന ഭീഷണിയുടെ സ്വരമുയർത്തുന്നതായും കാണാം. എന്നാൽ മറ്റു സന്ദേശങ്ങൾ ശരിയായ വ്യാഖ്യാനം നൽകുന്നുണ്ട്. വിപത്ത് പ്രവചിക്കുന്നവർ വ്യാജ പ്രവാചകന്മാരാണെന്നും ഇന്ന വർഷം ഇന്ന ദിവസത്തിൽ വിപത്തുണ്ടാകുമെന്ന് അവർ പറയുമെന്നും സന്ദേശം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ലോകം പരിവർത്തനത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ ശിക്ഷ വരുമെന്ന് പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് നൽകുകയും പരിവർത്തനത്തിന് ഏവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. മെജുഗോർജെ പള്ളിയിലെ ആധ്യാത്മികവും അജപാലനപരവുമായ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം സംബന്ധിച്ച് കൃത്യമായ നിയന്ത്രണം ആഗ്രഹിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മയുടേതായി നൽകപ്പെടുന്നത് വത്തിക്കാൻ പ്രത്യേകം പരാമർശിച്ചു. അമാനുഷികത അവകാശപ്പെടാനാകാത്ത വിധത്തിൽ ചില പ്രാവർത്തിക കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടേതായി സന്ദേശങ്ങൾ നൽകപ്പെടുന്നു. എന്നാൽ തന്റെ സന്ദേശങ്ങളുടെ പ്രാധാന്യത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിവാക്കപ്പെട്ട തിരുവചനത്തിന്റെ മൂല്യത്തെക്കാൾ കീഴിലായാണ് പരിശുദ്ധ അമ്മ അവതരിപ്പിക്കുന്നത് എന്നതും പരിശുദ്ധ സിംഹാസനം പ്രത്യേകം അനുസ്മരിപ്പിക്കുന്നു. ചിലപ്പോഴെങ്കിലും സന്ദേശങ്ങളിൽ എന്റെ പദ്ധതി എന്ന രീതിയിൽ പരിശുദ്ധ അമ്മയുടേതായി നൽകപ്പെടുന്ന ആശയങ്ങൾ സന്ദേഹമുളവാക്കിയേക്കാമെന്നും പരിശുദ്ധ സിംഹാസനം എടുത്തു പറയുന്നു. കർത്താവിന്റെ പദ്ധതികളുടെ ആവശ്യങ്ങൾക്കായാണ് പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നത്. ദൈവപുത്രന്റേതു മാത്രമായ സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് ചാർത്തിക്കൊടുക്കാൻ പരിശ്രമിക്കരുതെന്നും വത്തിക്കാൻ ഓർമ്മിപ്പിച്ചു. മെജുഗോർജയിലെ സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് അമാനുഷികമായ എന്തെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുമ്പോഴും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുമതിയോടെ മൊസ്താർ ഇടവക അധ്യക്ഷൻ പുറപ്പെടുവിച്ച നുള്ള ഓസ്ത രേഖ അനുസരിച്ച് മെജുഗോർജയിൻ വിശ്വാസികൾക്ക് അവിടെയുള്ള പൊതുവായ ആരാധന വഴി തങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിനായുള്ള പ്രചോദനം സ്വീകരിക്കുന്നതിന് പരിശുദ്ധ സിംഹാസനം അംഗീകാരം നൽകി. എന്നാൽ ഇതിൽ വിശ്വസിക്കണമെന്ന് പരിശുദ്ധ സിംഹാസനം ആരെയും നിർബന്ധിക്കുന്നില്ല എന്നും ഈ രേഖയിൽ വത്തിക്കാൻ കുറിച്ചു.
മെജുഗോർജയിലെ സന്ദേശങ്ങളിലെ ഭൂരിഭാഗത്തെക്കുറിച്ചുള്ള പോസിറ്റീവായ മൂല്യനിർണ്ണയം അവയെല്ലാം അമാനുഷികമാണെന്ന പ്രഖ്യാപനമല്ല എന്നും പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കുന്നുണ്ട്. പ്രാദേശിക സഭകളോട് ഈ സന്ദേശങ്ങൾക്ക് പിന്നിലെ അജപാലന മൂല്യം തിരിച്ചറിയാനും അവയിലെ ആധ്യാത്മിക പ്രചോദനം ഏവരിലേക്കും എത്തിക്കുന്നതിന് ശ്രമിക്കാനും പരിശുദ്ധ സിംഹാസനം നിർദ്ദേശിച്ചു. മെജുഗോർജയിലേക്ക് തീർത്ഥാടനം നടത്തുന്നവരോട് പരിശുദ്ധ അമ്മയുടെ സന്ദേശം സ്വീകരിക്കുന്നവരെ കാണാനല്ല, മറിച്ച് സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടാനാണ് പോകേണ്ടതെന്നും പരിശുദ്ധ സിംഹാസനം ഓർമ്മിപ്പിക്കുന്നു.